അബ്ദു വൈലഗ്രഫം. ഇത് തൈമൂർ എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. നമ്മുടെ സുഹൃത്ത് MS കോട്ടയിൽ പരിസ്ഥിതി ദിനമായിട്ട് നമുക്ക് ഗിഫ്റ്റ് തന്നാണ്. ഇന്നലെ ഇവിടെ ഒന്നുണ്ടായി, വിപുലമായ ക്ലാസ്സുകൾ ഉണ്ടായി മാവിനെ പറ്റി. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. അപ്പം അതിന് പറയുന്നത് ഇത് പോളിയംബ്രോ ആണ്. അതായത് ഇത് അണ്ടി മുളപ്പിച്ചാൽ ഇതിന് മാതൃഗുണം കിട്ടുന്ന പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ചെത്തിയിട്ട് ഇത് ടേസ്റ്റ് നോക്കി ഇതിന് അണ്ടി മുളപ്പിക്കുന്നത്, ഈ അണ്ടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മുളപ്പിക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഈ തൈമൂർ എന്ന് പറഞ്ഞ മാങ്ങ പ്രവാസിക്ക് അറിയാം, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇത് യമന്റെ മാങ്ങ എന്നാണ് എന്റെ സംശയം, എന്റെ ബലമായ സംശയം യമൻ അല്ലേ. ഞാൻ അല്ലെങ്കിൽ ഇല്ല ചീത്ത പറയണ്ട, ചിലപ്പോൾ വേറെ രാജ്യമായിരിക്കും. മാങ്ങ ടേസ്റ്റുള്ള മാങ്ങ എന്നാ പറയുന്നത്. ഞാൻ കഴിച്ചു പോട്ടെ. സൂപ്പർ സാധനം. നമുക്ക് അണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഏത് അണ്ടിയാണെങ്കിലും ഇപ്പൊ കുളമ്പ് മാവില്ലേ, കുളമ്പ് മാവ് ശരിക്കും പോളിയംബ്രോ ആണ്. അപ്പൊ അതിന്റെ അണ്ടി മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങണ്ടാവും. എല്ലാ മാവും അങ്ങനെ കിട്ടില്ല. ചേലമാവ്, ഉളർമാവ് അത് നിങ്ങൾ മുളക്കുമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എങ്ങനെ വെച്ചാൽ ഈ അണ്ടി നട്ട് കഴിഞ്ഞാൽ രണ്ടെണ്ണം വരും. ഒരു വലിയ തൈ വരും, അതിന്റെ ചോട്ടിൽ ചെറിയൊരു തൈ കൂടെ വരും. അതാണ് നമ്മൾ നടേണ്ട ഭാഗം. ഇങ്ങനെ ഇവിടെ ചെത്തിട്ട് ഇതിൽ പുഴുണ്ടാവും. പുഴുണ്ടെങ്കിൽ ഈ ഉളർമാവിലൊക്കെ 100% പുഴുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെത്തി കഴിഞ്ഞാൽ എന്താക്കണം, അണ്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പുഴുവിനെ എടുത്ത് കളയണം. ഇത് സേഫാണ്. ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ പുഴുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓട്ടാക്കിയിട്ട് ഇതിനുള്ളിലെ പുഴുണ്ടാകും. പുഴുനെ തോണ്ടിക്കളഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ചകിരിച്ചോറ് അല്ലെങ്കിൽ തേങ്ങ പൊടിച്ച തൊണ്ടില്ലേ, അതിൽ കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഒരു തണലുള്ള ഭാഗത്ത് കൊണ്ടുവച്ചാൽ ഇത് മുളക്കും. ഉളർമാവൊക്കെ ആണെങ്കിൽ ഇത് പകുതി തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ സേഫാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. അതേമാതിരി ഇതിനുള്ളിലേക്ക് തന്നെ കയറ്റാം. ഈ ഭാഗത്താണ് മുളവില്ല. ഉള്ളിലേക്ക് തന്നെ കയറ്റി വെച്ചിട്ട് നല്ലോണം ചകിരി തൊണ്ട് വെച്ച് അതിൽ കുറച്ച് മണ്ണും വളങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 10 ദിവസം 5 ദിവസം കൊണ്ട് നമുക്ക് തൈ കിട്ടും. തൈമൂറിൻ്റെ അണ്ടി മുളപ്പിക്കുന്ന ഒരു രീതി. തൈമൂറല്ല, ഏത് മാവിൻ്റെ അണ്ടി ഇങ്ങനെ മുളപ്പിച്ച് കഴിഞ്ഞാൽ 100% നമുക്ക് മുളക്കും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്പർ കൊടുക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പറാണ്. കമൻറ്റ് ചെയ്യേണ്ട, വിളിച്ചാൽ കിട്ടൂല. മെസ്സേജ് ഇടുക, റിപ്ലൈ തരും. ഓക്കെ, ബായ്.